പ്രൊമോയിൽ നിങ്ങൾ ഒരു സംഭവം കണ്ടിട്ടുണ്ടാവും. നെവിന്റെ കയ്യിൽ ഒരു 15,000 റുപ്പീസിന്റെ ഒരു ചെക്ക് കയ്യിൽ വരുന്നു. അത് ഞാൻ ആർക്കും കൊടുക്കില്ല, അത് എന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവം. ഇതിനെ പ്രൊമോ വന്നപ്പോൾ തന്നെ ആളുകൾ വലിയ രീതിയിൽ ഇത് നെവിൻ വൃത്തിയിട്ട് കളി കളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ആ ഒരു ഫണ്ട് അത് നെവിൻ അവിടെ നിന്ന് അടിച്ചു മാറ്റി പോക്കറ്റിൽ വെച്ചതാണ്, സംഭവം ശരിയാണ്. എന്നാൽ പോലും ആ ഒരു പണം അത് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ആദിലെ നൂറയും കളിച്ച ഒരു കളി നിങ്ങൾ കാണണം മോനെ. ഒരു 15,000 രൂപക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൈസക്ക് വേണ്ടിയിട്ട് ആദിലെ അവിടെ കുറച്ച് കാട്ടിക്കൂട്ടലുകൾ കൂട്ടിയിട്ടുണ്ട്. നിങ്ങളത് കണ്ടു വെക്കിട്ടോ. യഥാർത്ഥത്തിൽ ആർക്കാണ് ആർത്തി എന്ന് കണ്ടാൽ മനസ്സിലാവും. സ്റ്റോർ റൂമിലേക്ക് കയറി ഫുഡും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അതിനിടയിൽ മൂപ്പർക്ക് കിട്ടിയതാണ്. നെവിൻ സത്യം തന്നെ പറഞ്ഞിട്ടുള്ളത്. നെവിൻ കട്ടത് പൈസ തന്നെയാണ്. 15,000 15,000 രൂപയുടെ ഒരു ചെക്കാണ് അവളൊരു അളുക്കിൽ നിന്നാണ് കിട്ടുന്നത്. മൂപ്പരത് പോക്കറ്റിൽ വെച്ചു. ഇത് കൃത്യസമയത്ത് ആദില കാണുന്നു. നീ എന്താണ് കട്ടത് എന്ന് പറഞ്ഞ ആ ഒരു സീന് കണ്ടപ്പോ എനിക്ക് ആദില ആ ഒരു അതേ സ്റ്റോർ റൂമിൽ നിന്ന് തന്നെ കുറച്ച് ഫ്രൂട്ട് കട്ടെടുത്തതാണ് എനിക്ക് ഓർമ്മ വന്നത്. അതായത് കളവിന്റെ കാര്യത്തിൽ ആദിലയാണെന്നുണ്ടെങ്കിലും നെവിൻ ആണെന്നുണ്ടെങ്കിലും ഏകദേശം കണക്കാണ്. നേരെ തന്നെ ബേബിയെ ബേബിയെ എന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തിയിട്ട് നേരെ നൂറ് അങ്ങോട്ട് ചെല്ലുന്നത്. ഇതാണ് പ്രൊമോയിൽ നമ്മൾ കണ്ടത്. കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ആദില പറയുന്നുണ്ട്. നിനക്ക് ഇഷ്ടമുള്ള പോലെ കളിക്കാനാണെങ്കിൽ നീ പുറത്തു പോയി കളിക്കണം എന്നുള്ള ഒരു കാര്യമൊക്കെ. സോറി, ഇതിവിടെ ഓണായിരിക്കുന്ന ഇവിടെ ഇരുട്ടയറിനെ ഞാൻ മോളിൽ കയറി വരാൻ വേണ്ടി ലൈറ്റ് എടുത്ത് വന്നതാണ്. സോറി, വിഷയത്തിൽ നിന്ന് വെളുതി പോകണ്ട. അപ്പോ ആദില പറയുന്ന വാക്കുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ആദില നീ പുറത്തു പോയി കളിച്ചാൽ മതി. ഇതൊന്നും കൂടാതെ വേറൊരു ഡയലോഗ് കൂടി അടിക്കുന്നുണ്ട്. നൂറ് പറഞ്ഞല്ലോ അത് നിന്റെ കയ്യിൽ നിന്ന് എന്റെ കയ്യിലേക്ക് തന്നെ എത്തും, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് പോയി. പക്ഷെ ഇനിയാണ് ട്വിസ്റ്റ്. പിന്നാലെ നടന്ന് ആ ഒരു സംഭവം ചെക്കാണെന്ന് മനസ്സിലായപ്പോ അവിടുന്ന് പോയി. പക്ഷെ പിന്നെ വീണ്ടും വന്നു. അത് ക്യാപ്റ്റന്റെ കയ്യിൽ തോണ്ടാം, ക്യാപ്റ്റൻ പിന്നെ ആരടാ എന്തടാ അളുക്കൊക്കെ പോയിട്ട് നമ്മുടെ ഒരു പാത്രത്തിനായിട്ട് അളക്ക് എന്ന് പറയാം. അതൊക്കെ നമ്മളെ നെവിന് പോയിട്ട് കൊട്ടിക്കുന്നുണ്ട്. അതില്ല, തിരിച്ചു കിട്ടുന്ന പ്രതീക്ഷയിലാണ്. പൈസ കണ്ടപ്പോ ഇതിന് കണ്ണ് മഞ്ഞളിച്ചു. എനിക്കെന്താണെങ്കിൽ ഈ പൈസക്ക് ആവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലായില്ലേ? ഈ പൈസ കൊണ്ട് എനിക്ക് കിട്ടത്തില്ല. ഈ പൈസ 15,000. പക്ഷെ ഈ പൈസ ഞാൻ തരും. എനിക്കെന്താണെങ്കിലും പൈസ കിട്ടത്തില്ല. ഞാൻ അക്ബറിന് കൊടുക്കില്ല. എന്താണെങ്കിലും എന്നെ മോളെ ഓക്കെ, ഇവിടെ അക്ബറിന് കൊടുക്കും എന്നുള്ള ആ ഒരു കാര്യം ഉണ്ടല്ലോ, അതുവരെ നെവിൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞതിൽ തന്നെ ആ ഒരു കിട്ടിയ പൈസയുടെ ഏറ്റവും വലിയ തുകയാണ് 100 രൂപ. അത് നേരെ എടുത്തിട്ട് കൊടുക്കുന്നത് ആർക്കാണ്? അനീഷേട്ടനാണ്. അക്ബർ നല്ല കൊടുത്തിട്ടുള്ളത്. അക്ബറിന് എത്ര 10 രൂപ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അത് അയാളുടെ അകത്തേക്ക് കുത്തി കയറ്റുന്ന രീതിയിൽ അതില് പറഞ്ഞതാണ്. ഓക്കെ, തുടർന്ന് കാണാം കേട്ടോ. തീർച്ചയായിട്ടും അത് അയാൾക്ക് കിട്ടിയതല്ലേ. അത് അയാളാണ് കയ്യിൽ വെക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ പലയിടങ്ങളിലായിട്ട് ഇനി ഈ പൈസ കൊണ്ട് വെക്കുന്ന പരിപാടി അവിടെ കാണിക്കും, അത്ര തന്നെ. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഇത് പാർക്ക് വേണമെന്നുണ്ടെങ്കിലും കിട്ടിയത് എടുത്ത് വെക്കേണ്ട കടമ ക്യാപ്റ്റന്റെതല്ലേ. അത് ബിഗ് ബോസ് ഞാൻ തരാം. അവിടെ ആരെ കയ്യിലാണ് വെക്കേണ്ടത് എന്നുള്ള ഒരു ഡൗട്ടാണ് ഇപ്പൊ എല്ലാവർക്കും വന്നത്. അപ്പൊ തന്നെ അക്ബർ പറഞ്ഞു, അന്ന് കൊടുത്താളെ എന്തിനത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്, നിനക്ക് എന്തായാലും ഉപയോഗിക്കാൻ പറ്റില്ല, നൂറുടെ കയ്യിൽ കൊടുത്താളെ. ഈ നൂറുടെ കയ്യിൽ ഇത് കൊടുക്കുന്ന സമയത്ത് നൂറ ഒരു പ്രോമിസ് കൂടി ചെയ്യുന്നുണ്ട്. ഈ പ്രോമിസ് ആള് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയതാണ്. പക്ഷേ 50,000 15,000 15 ആണ്.
ബോക്സ് പക്ഷെ ഇത് ഞാൻ നിനക്കല്ല തരുന്നത്. എനിക്കല്ല. ഓക്കെ ഫൈൻ എനിക്ക് വേണ്ട. ഇല്ല, ബിഗ് ബോസിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നീ അതെന്തെങ്കിലും ചെയ്തോ. ഓക്കെ, ഉറപ്പാണ് ചതിക്കരുത്. ഞാൻ ചതിക്കൊന്നുമില്ല. വാക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സംഭവം അവിടെ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചു. എന്നിട്ട് നേരെ ബിഗ് ബോസിന്റെ അടുത്ത് കാര്യം ചോദിക്കുകയാണ്, എന്താണ് ബിഗ് ബോസ് ഇത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നീടാട്ട് ഇവര് രൂപം സ്വഭാവമൊക്കെ മാറുന്നേ. ബിഗ് ബോസ്, ഇത് എന്തിനാണ് ഇത് വെച്ചേക്കുന്നത്? ഈ ഒരു ചെക്ക്, ഇതിന്റെ ഒരു പർപ്പസ് എന്താന്ന് പറയാമോ? ഇതെന്തിനാ വെച്ചേക്കുന്നത് എന്നുള്ളത്? ആർക്കാണോ ചെക്ക് കിട്ടിയത് അതിൽ എഴുതിയ പൈസ ആ വ്യക്തിക്ക് സ്വന്തമാണ്. ഓക്കെ, ആർക്കാണോ ചെക്ക് കിട്ടിയത് ആ പൈസ പിന്നെ ആ വ്യക്തിക്ക് സ്വന്തമാണ്. നെവിൻ എന്തായാലും പൈസ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ ആർക്കാണ് അത് കിട്ടിയത് അത് അയാൾക്ക് സ്വന്തമാണ് എന്ന് ബിഗ് ബോസ് പറഞ്ഞു. ഉടനെ തന്നെ ആദില, പൊന്നോ, പൈസയുടെ ആർത്തി ഒന്ന് കാണണം നിങ്ങള്. ഇപ്പൊ കയ്യിലുള്ള ആൾക്കാണോ അതോ ബിഗ് ബോസ് അത് ആദ്യം എടുത്ത ആൾക്കാണോ? സീരിയസ്ലി കൺഫേം ആക്കിട്ട് കൊടുത്തു. ഇപ്പൊ കയ്യിലുള്ള വ്യക്തിയാണോ അതോ? നെവിൻ എടുക്കാൻ പറ്റില്ല. അല്ല, ഞാനത് കൊടുക്കാമല്ലോ. ഒരു മിനിറ്റ് ബിഗ് ബോസ് എന്റെ അടുത്ത് വാങ്ങിച്ചതാണ് നൂറ. ഇപ്പൊ കയ്യിലിരിക്കുന്നത് അപ്പൊ നൂറയുടെയാണ്. അപ്പൊ നൂറുടെ കയ്യിൽ തന്നെ വെക്കട്ടെ. അതിന് പരമാവധി ഈ ഒരു ഊള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നോമിനേഷൻ വന്നിട്ടുണ്ടല്ലോ, ഔട്ടാവാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ടെന്നുള്ള ആളുകൾ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് നൂറ കഴിഞ്ഞിട്ടില്ല. ഇനി ബിഗ് ബോസിൽ ഇടപെടൽ നടത്തുന്നുണ്ട്. ബിഗ് ബോസ് ഇത് ഫെയർ അല്ല. ബിഗ് ബോസ് പറഞ്ഞ കയ്യിലിരിക്കുന്ന ആരാണോ അവർക്ക് എടുക്കാം. ഞാൻ വിചാരിച്ചത് കണ്ടോ, ഇതെനിക്ക് എടുക്കാൻ പറ്റൂല. അല്ല, ഞാനല്ലേ കൊടുക്കേണ്ടത്. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാനല്ലേ കൊടുക്കുന്നത്. ബിഗ് ബോസ് അങ്ങനെ ഉണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞു ബിഗ് ബോസ് പറഞ്ഞാൽ ഞാൻ തരാം. എങ്ങനെയുണ്ട്? അടിപൊളി അല്ലെ? നൂറയും അത് കൈക്കലാക്കാൻ വേണ്ടി നുണ പറഞ്ഞു, കൈക്കലാക്കി. അതേപോലെ ആദ്യ പൈസയുടെ മുകളിൽ കണ്ണ് മഞ്ഞളിച്ചിട്ടുള്ള കാട്ടിക്കൂട്ടലാണ്. 15,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോ ആ ഡയലോഗൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നൂറുടെ കയ്യിലാണ്. അതായത് ട്രിക്കി മൈൻഡാണ്. ഇവർ ഇത് തന്നെയാണ് ഗെയിമിൽ മുന്നേയും കാണിച്ചിട്ടുള്ളത്, ഇനിയും കാണിക്കുക, ഉറപ്പാ. ബിഗ് ബോസ് ഇത് എനിക്കാണ് കിട്ടിയത്. ഈ 15,000 എനിക്ക് എടുക്കണ്ട, പക്ഷെ എനിക്ക് കൊടുക്കാലോ ആർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. എന്നാ വോട്ടൊക്കെ മാറ്റി ബിഗ് ബോസ് അവൻ പറഞ്ഞോട്ട് കളിക്കാം കേട്ടോ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണിത്. എന്നാ വോട്ടൊക്കെ മാറ്റി വെക്കഴിഞ്ഞാൽ അവൻ പറഞ്ഞ പോലെ അങ്ങോട്ട് തീരുമാനിച്ച് കളിച്ചൂടെ എന്നുള്ളത്. ഇതാണ് ആദിലയുടെ നാക്ക് കുറെ സമയങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അത് പല ദിവസങ്ങളായിട്ട് വരുന്നതാണ്. ബിഗ് ബോസിനെ ചോദ്യം ചെയ്യുന്നത്. ബിഗ് ബോസ് ഇങ്ങനെ ചോദിക്കുമല്ലോ, അത് ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ എന്താ ഞങ്ങൾ വെറുതെ വിടാത്ത കുറെ തമാശയാണെങ്കിൽ പോലും ബിഗ് ബോസിനോട് ആ രീതിയിൽ സംസാരിക്കുന്ന ആളുകളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇവർ കുറച്ച് ഓവർ ആണെന്ന് തോന്നിപ്പോകും. പക്ഷെ ബിഗ് ബോസിന്റെ ഇടപെടൽ ഒരു ഒന്നൊന്നര ഇടപെടലാ. നെവിൻ, ബിഗ് ബോസ് അതാർക്കാണ് കൊടുക്കുന്നത്? ഞാൻ ബിഗ് ബോസ് അത് ഞാൻ അക്ബറിനാ കൊടുക്കുന്നത്. അടിപൊളി. അക്ബറിന്റെ പേര് അയാൾ മനസ്സിൽ വിചാരിച്ചില്ല. ആദിലെ നിനക്ക് തരാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് എന്ന് പറഞ്ഞ ആ നെവിന് അവളുടെ കാണിച്ചിട്ടുള്ള സഹിക്കാൻ വയ്യാതെയാണ് അക്ബറിന് എന്ന് പറഞ്ഞിട്ടുള്ളത്. അയാൾ പിന്നെ അത് കഴിഞ്ഞ ശേഷം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനിത് എല്ലാവർക്കും വീതം വെച്ച് നൽകാനായിരുന്നു പ്ലാന്. അത് ആദിലയുടെ ഇത്തരത്തിലുള്ള ഇടപെടൽ കാരണമാണ് ഞാൻ അത് കൊടുത്തതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കൊള്ളാം. നെവിന് ഈ പൈസയൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷെ അയാൾക്ക് കിട്ടുന്നത് ഇഷ്ടമുള്ള ആളുകൾ കൊടുക്കാം. അതിനു വേണ്ടി അയാൾ പണിയെടുക്കും. ഇനി ഉറപ്പാ അക്ബറിന് കൊടുത്ത് അക്ബർ പറഞ്ഞ നമുക്ക് പുറത്തുനിന്ന് കാണാടാന്നൊക്കെ. അത് തന്നെയാണ്, ഇത് തന്നെയാണ് ഇനി അങ്ങോട്ട് കാണാൻ പോകുക എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. ഇതെന്തായാലും ബാങ്ക് വീക്കോ അങ്ങനെ എന്തുവാണ് ഇതിന്റെ പേര്. കൊള്ളാം, നല്ല രസമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ഇപ്പൊ ഭയങ്കര രസമാണ്, നല്ല തമാശയൊക്കെ ഉണ്ട്, ഒരു പ്രശ്നങ്ങളും ഇല്ല, അങ്ങനെ പോകുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതും. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു ബിഗ് ബോസ്. ഇനി നെവിന്റെ കയ്യിലാണ് കളി. നെവിന് നല്ല ഒന്നൊന്നര കളി കയ്യിൽ വന്ന് കിടക്കുന്നുണ്ട്. ആ പൈസ ഇനിയും വരും. അതൊക്കെ ആളെ കയ്യിൽ ചിലപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ വിലപേശും. അയാളെ കാല് വീഴുന്ന പരിപാടി ഇവർ ചെയ്യേണ്ടി വരും. എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു ആദിലയുടെ ഒരു ചളിഞ്ഞ മുഖം കാണാൻ. ബിഗ് ബോസിനെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് ഇവൻ പറഞ്ഞത് കേട്ടാ പോരെ എന്നൊക്കെ പറഞ്ഞ് അവസാനം നല്ല 8ന്റെ പണി കിട്ടി. എന്തായാലും രസം ഉണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോട്ടെ. അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ സൈനിങ് ഓഫ്.